കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും 2 വർഷം ബാക്കിയുണ്ടെങ്കിലും കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ഉയർന്നുവരുന്നത്. കെ മുരളീധരനും KPCC അധ്യക്ഷൻ കെ സുധാകരനും നയിക്കുന്ന പുതിയ ഗ്രൂപ്പ് ഇതിനകം തന്നെ ഉദയം ചെയ്തു കഴിഞ്ഞു. VD സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ സംഘടനാ സംവിധാനമുള്ള എ ഗ്രൂപ്പ് ആകട്ടെ നാഥനില്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. എ ഗ്രൂപ്പിന്റെ നെടുംതൂണായിരുന്ന ഷാഫി പറമ്പിലും ടി സിദ്ദിഖും നിലവിൽ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണുള്ളത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യുമെന്നാണ് KC ഗ്രൂപ്പ് കരുതുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹൈബി ഈഡനും താല്പര്യമുണ്ട്. KCയും ഹൈബിയും നിലവിൽ ലോക്സഭാ അംഗങ്ങളായതിനാൽ ഇവർക്ക് മത്സരിക്കണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. നിലവിൽ രാജ്യസഭാ അംഗമായ ജെബി മേത്തർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താല്പര്യം. UDFന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമാണ് ഇരുവരും ലക്ഷ്യമിടുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും VT ബൽറാം, കൊല്ലത്ത് നിന്നും PC വിഷ്ണുനാഥ്, വയനാട്ടിൽ നിന്നും T സിദ്ദിഖ്, മലപ്പുറം ജില്ലയിൽ നിന്നും ആര്യാടൻ ഷൗക്കത്ത്, എറണാകുളത്ത് നിന്നുമുള്ള മാത്യു കുഴൽനാടൻ, റോജി M ജോൺ തുടങ്ങിയവരെല്ലാം ഇനി മത്സരിക്കാൻ പോകുന്നത് മന്ത്രിസ്ഥാനം കൂടി മുന്നിൽ കണ്ടായിരിക്കും. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രമ്യ ഹരിദാസിനും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിപദവി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്കെല്ലാം തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ പിൻബലവും ശക്തമായിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ KC ജോസഫും ബെന്നി ബെഹന്നാനും ഉൾപ്പെടെയുണ്ടെങ്കിലും ഗ്രൂപ്പിന് പൊതുസ്വീകാര്യൻ നിലവിൽ PC വിഷ്ണുനാഥാണ്. പ്രതിപക്ഷ നേതാവായ VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുതലെടുക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. പാർട്ടിയിൽ സീനിയറായ തനിക്ക് തന്നെ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ചെന്നിത്തലയ്ക്കുള്ളത്. ഇത്തരം ഘട്ടങ്ങളിൽ MLA-മാരുടെ പിന്തുണയുമേറെ നിർണായകമാകും. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരാണ് UDFൽ മുഖ്യമന്ത്രിപദ മോഹികൾ. ഇവർ തമ്മിലുള്ള ഉടക്ക് ശക്തമായാൽ കെ മുരളീധരന്റെ പേര് സുധാകരൻ തന്നെ മുന്നോട്ട് വയ്ക്കുവാനും സാധ്യതയുണ്ട്. അതിനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയം UDF അണികളെയും നിലവിൽ സജീവമാക്കിയിട്ടുണ്ട്. ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലനിർത്തുകയും ചേലക്കരയിൽ മുന്നേറാനും കഴിഞ്ഞാൽ അടുത്ത ഭരണം ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിലുപരി പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രീതി പിടിച്ചുപറ്റുക തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന ഉറപ്പ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വയനാട്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിൽ ആശങ്കകളില്ലാത്തത്. എന്നാൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും അവസ്ഥ അതല്ല. ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ നല്ല ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് മത്സരിക്കണമെന്നതാണ് പൊതുവികാരം. മുൻ MLA-യും AICC അംഗവുമായ VT ബൽറാം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ P സരിൻ എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആരു തന്നെയായാലും അവർക്ക് തന്നെയായിരിക്കും 2026-ലെ പൊതു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അവസരം ലഭിക്കുക. 2 തവണ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച VT ബൽറാമിന് 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM നേതാവ് MP രാജേഷിന് മുന്നിലാണ് കാലിടറിയത്. ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു ഇരട്ടിയിലേറെയായി വോട്ടുകൾ വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് നിഷ്പ്രയാസം വിജയിക്കുമായിരുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഏറെയാണ്. ചേലക്കരയിൽ CPM-നെ വീഴ്ത്താൻ കഴിഞ്ഞാൽ 2026-ൽ കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPM നേതൃത്വം പൊതുസമൂഹത്തിനും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് വലിയ അഗ്നിപരീക്ഷണമായി മാറും. ചുവപ്പുകോട്ടയായ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കാലിടറിയാൽ അതിനർത്ഥം CPM അനുഭാവികൾ തന്നെ പാർട്ടിയെ കൈവിട്ടു എന്നു തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ ന്യായീകരിച്ചതുപോലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ന്യായീകരിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയുകയില്ല. അതിന്റെ പ്രത്യാഘാതമാവട്ടെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യും. പാലക്കാട് അട്ടിമറി വിജയം നേടാൻ BJP-യും പരമാവധി ശ്രമിക്കും. ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. 3859 വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം. 2021-ൽ 39,400 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് CPM-ന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. ഇത്തവണ ഇവിടെ BJP പിടിക്കുന്ന വോട്ടുകളും നിർണായകമായിരിക്കും.